ഒരിടത്ത് അമീൻ എന്ന പേരുള്ള ഒരു കൊച്ചു ബാലനുണ്ടായിരുന്നു. വളരെ വികൃതിയാണെങ്കിലും നല്ല മനസ്സുള്ളവനായിരുന്നു അവൻ. ഒരിക്കൽ തന്റെ വീടിനടുത്തുള്ള പള്ളിയിൽ പെരുന്നാൾ പ്രാർത്ഥന കഴിഞ്ഞു വരുമ്പോൾ വഴിയിൽ ഒരു വയസ്സായ മനുഷ്യൻ വിശന്ന് തളർന്നിരിക്കുന്നത് അമീൻ കണ്ടു. അമീന്റെ കയ്യിലന്ന് പെരുന്നാൾ പ്രസാദമായി കിട്ടിയ നല്ല മധുരമുള്ള ലഡു ഉണ്ടായിരുന്നു. അത് കഴിക്കാൻ അവനു വല്ലാത്ത കൊതിയുണ്ടായിരുന്നു. പക്ഷേ ആ വൃദ്ധന്റെ മുഖത്തെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ അമീന്റെ മനസ്സലിഞ്ഞു. അവൻ തന്റെ കയ്യിലിരുന്ന ലഡു മുഴുവനും ആ വൃദ്ധന് നൽകി. സന്തോഷത്തോടെ അത് കഴിച്ച ആ മനുഷ്യൻ അമീനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നിന്റെ ഈ ചെറിയ കരുണയ്ക്ക് അല്ലാഹു നിനക്ക് വലിയ പ്രതിഫലം നൽകട്ടെ. അന്ന് വൈകുന്നേരം അമീൻ തന്റെ ഉമ്മൂമ്മയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഉമ്മൂമ്മ, ഞാനെന്റെ ലഡു കൊടുത്തപ്പോൾ എനിക്ക് വിഷമം തോന്നി. പക്ഷെ ആ ഉപ്പൂപ്പ ചിരിച്ചപ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം തോന്നി. അതെന്താണ്? അപ്പോൾ ഉമ്മൂമ്മ അവനെ അരികിലിരുത്തി പറഞ്ഞു, മോനെ, നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ വയറല്ല, മറിച്ച് നമ്മുടെ മനസ്സാണ് നിറയുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് അല്ലാഹുവും കരുണ കാണിക്കുമെന്നാണ്. ആ വൃദ്ധന്റെ മുഖത്ത് നീ കണ്ട ചിരിയാണ് നീ ചെയ്ത നല്ല കാര്യത്തിനുള്ള ഏറ്റവും വലിയ സമ്മാനം. അന്നുമുതൽ അമീൻ ഒരു കാര്യം തീരുമാനിച്ചു. തനിക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളിൽ ഒരു വിഹിതം എപ്പോഴും മറ്റുള്ളവർക്ക് കൂടി നൽകുമെന്ന്. ഇത് കണ്ട അമീന്റെ ഉപ്പയും ഉമ്മയും തങ്ങളുടെ ജീവിതത്തിലും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്, നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നത് വലിയ പുണ്യമാണ്. പങ്കുവയ്ക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. മുതിർന്നവർക്ക് മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം നമ്മുടെ പ്രവൃത്തികളിലൂടെയാകണം. കാരുണ്യവും വിനയവും നിറഞ്ഞ ഒരു തലമുറയെ വളർത്താൻ മുതിർന്നവർ മാതൃകയാകണം. ഇതേപോലുള്ള നല്ല കഥകൾ അറിയാൻ വേണ്ടി മറക്കാതെ ഇസ്ലാമിക കഥകൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ അറിവ് അടുത്തുള്ളവർക്ക് പകരാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.